ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്വിംഗ് കോൾ അല്ലെങ്കിൽ ഷോർട്ട് ടൈം കോൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഓപ്ഷൻ ട്രേഡിൽ പാലിക്കേണ്ട റൂൾസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണുക. താല്പര്യമുള്ളവർക്കെല്ലാം ആ റൂൾസ് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് തീരുമാനിക്കുക നിങ്ങളത് ഫോളോ ചെയ്യണമോ വേണ്ടയോ. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾസാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സ്വിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈമിൻ്റെ റൂളിലേക്ക് പോകുന്നതിന് മുന്നേ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മാർക്കറ്റ് മാഗ്നറ്റിന് ഒരു ഫ്രീ ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്റ്റഡികളും ന്യൂസുകളും ഒക്കെ ഷെയർ ചെയ്യുന്നത് ആ ഗ്രൂപ്പിലാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ പ്രീമിയം സർവീസുകൾ എടുക്കാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നുകൂടെ പറയാം. അതായത് നമുക്ക് 2 പ്രീമിയം ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് അഡ്വാൻസ് ഗ്രൂപ്പ് 1. അതിൽ നമ്മൾ കൊടുക്കുന്നത് ഇൻട്രാഡേ ബേസിൽ സ്റ്റോക്ക് ഓപ്ഷൻ, ഇൻഡെക്സ് ഓപ്ഷൻ, ഓപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ, സ്വിംഗ് കോൾ അല്ലെങ്കിൽ ഷോർട്ട് ടൈം കോൾ, ലോങ് ടൈം, ETF ഇത്രയും സംഭവങ്ങളാണ് കൊടുക്കുക. 9:15 to 3:30 വരെ മാർക്കറ്റ് ടൈമിലാണ് ചാനൽ വർക്ക് ചെയ്യുന്നത്. ഇതിന് പുറമെ രണ്ടാമത്തെ ഒരു ചാനലുണ്ട്, സ്വിംഗ് ആൻഡ് ലോങ് ചാനൽ. അത് ഇൻട്രാഡേ ഓപ്ഷൻസ് ഒന്നും താല്പര്യമില്ലാത്തവർക്കുള്ള ചാനലാണ്. സ്വിംഗ് കോൾ അല്ലെങ്കിൽ ഷോർട്ട് ടൈം കോൾ, ലോങ് ടൈം കോൾ, ETF മാത്രമാണ് അതിലുണ്ടാവുക. അത് 9:15 to 3:30 വരെ മാർക്കറ്റ് ടൈമിലാണ് വർക്ക് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ നമ്മുടെ ഫ്രീ ചാനലിൽ 3 അഡ്മിൻസിൻ്റെ ടെലിഗ്രാം ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി. നമുക്ക് നിലവിൽ നിരവധി ഓഫറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം എൻക്വയറി എടുക്കാവുന്നതാണ്. നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ സ്റ്റഡിയുടെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു തരത്തിലുള്ള ഗ്യാരണ്ടികളോ പ്രോമിസുകളോ ആർക്കും നൽകുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. സ്വിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം കോളിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. സ്വിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഒരുപാട് പേര് എപ്പോഴും പറയുന്നു പ്രോഫിറ്റബിൾ അല്ല, റിസ്ക് കുറവാണ്, എന്നാലും പ്രോഫിറ്റിലേക്ക് വരുന്നില്ല. ആദ്യം കുറച്ച് പ്രോഫിറ്റ് കിട്ടും, പിന്നെ നഷ്ടമാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം മാർക്കറ്റ് മാഗ്നറ്റ് ഫോളോ ചെയ്യുന്ന ഒരു റൂള്, ഒരുപാട് റൂൾസ് ഉണ്ട്, അതിലൊരു റൂളാണിത്. അതായത് നമുക്ക് പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് പലരുടെയും പല ക്യാപിറ്റലുകളായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ചില ആൾക്കാരുണ്ട് ഇപ്പോൾ 100 രൂപയുടെ താഴെയുള്ള സ്റ്റോക്കാണെങ്കിൽ ആൾക്കാർക്ക് എന്തോ ഒരു പ്രിയം പോലെയാണ്. ഒരു 50 രൂപയുടെ താഴെയുള്ള സ്റ്റോക്കൊക്കെ ആകുമ്പോൾ അത് 1 ലക്ഷം രൂപയ്ക്ക് ഇടാം. പക്ഷേ ആ 500 രൂപയുടെ മേലേക്കുള്ള സ്റ്റോക്കുകൾ ചിലപ്പം 50,000 ഇടുകയുള്ളൂ. 1000 രൂപയുടെ മേലെ അല്ലെങ്കിൽ 2000 രൂപയുടെ മേലേക്ക് പോകുമ്പോൾ 25,000 10,000 ആയിട്ട് ചുരുങ്ങും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം 50 രൂപ വിലയുള്ള സ്റ്റോക്കും 100 രൂപ വിലയുള്ള സ്റ്റോക്കും 500 രൂപ വിലയുള്ള സ്റ്റോക്കും 1000 രൂപ വിലയുള്ള സ്റ്റോക്കും ഇനി 10,000 രൂപ വിലയുള്ള സ്റ്റോക്കും 5% കയറിയാൽ എല്ലാം സെയിമാണ്. എല്ലാ സ്റ്റോക്കും 5% കയറിയാൽ അത് 5% തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പൊസിഷൻ സൈസിങ് പാലിക്കുക. ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ അത്, ഞാൻ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പൈസ അത് എത്രയാണോ അത് തന്നെ ആയിരിക്കണം മറ്റ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് ഒരു സ്റ്റോക്കിൽ 10,000, ഒരു സ്റ്റോക്കിൽ 1 ലക്ഷം, ഒരു സ്റ്റോക്കിൽ 50,000, ഒരു സ്റ്റോക്കിൽ 2 ലക്ഷം, ഒരു സ്റ്റോക്കിൽ 10 ലക്ഷം ഇങ്ങനെ ചെയ്താലൊന്നും ഒരിക്കലും നമുക്ക് സെറ്റാവില്ല. സ്വിംഗ് ഷോർട്ട് ടൈമിൻ്റെ കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം അതൊരു റൂള് പാലിക്കുക നമ്മൾ. ഞാനൊരു സ്റ്റോക്കിൽ 25,000 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ സ്റ്റോക്കിലും 25,000. ഒരു സ്റ്റോക്കിൽ 50,000 ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ എല്ലാ സ്റ്റോക്കിലും 50,000. ഒരു സ്റ്റോക്കിൽ 12,500 ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ എല്ലാ സ്റ്റോക്കിലും 12,500 രൂപ. അപ്പോൾ അത് ആദ്യം നമ്മൾ പാലിക്കുക. ഇനി നമ്മുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മാർക്കറ്റ് മാഗ്നറ്റ് തന്നെയാണെങ്കിൽ ഒരു സ്റ്റോക്ക് 5% ടാർജറ്റ് അതിൻ്റെ താഴെയാണെങ്കിൽ ടാർജറ്റ്. പിന്നെ ചില മാർക്കറ്റ് കണ്ടീഷനുകൾ നമ്മൾ നോക്കുമ്പോൾ അത്ര ബെറ്റർ അല്ലെങ്കിൽ, അതായത് നമ്മൾ സേഫായിട്ട് എക്സിറ്റ് പറയുന്ന ഒരു ലെവലുണ്ട്. കൂടുതൽ അത് 5% ആയിരിക്കും. ആ ലെവലിൽ നമ്മൾ ആദ്യം എക്സിറ്റ് ചെയ്ത് പഠിക്കുക. ഒരു 6 മാസം നമ്മൾ ആ ബേസ് സെറ്റ് ചെയ്ത് പഠിക്കുക. സ്റ്റോപ്പ് ലോസ് ക്ലോസിംഗ് ബേസ് ആണ്. ക്ലോസിംഗ് ബേസ് എന്താണെന്ന് അറിയാലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു നിയമം ഇതാണ്. ഫസ്റ്റ് ഒരു 6 മാസം ഈ പൊസിഷൻ കീപ്പ് ചെയ്ത്, അതായത് പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്ത് 6 മാസം നമ്മൾ പറയുന്നിടത്ത് എക്സിറ്റ് ചെയ്യുക. അതായത് 5% ആണെങ്കിൽ 5% എക്സിറ്റ് ചെയ്യുക. കൂടുതലും 5% ആയിരിക്കും ഫസ്റ്റ് അപ്ഡേഷൻ വരിക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റോപ്പ് ലോസ് നമ്മൾ തന്നിരിക്കുന്ന ക്ലോസിംഗ് ബേസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഒന്നെങ്കിൽ അധികം റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ 6 മാസം 5% തന്നെ സ്റ്റോപ്പ് ലോസ് ക്ലോസിംഗ് ബേസിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അത് താല്പര്യമുള്ളവർക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ അതിൽ മുകളിൽ ആയിരിക്കും, ചിലപ്പോൾ അതിൽ താഴെ ആയിരിക്കും. അത് ക്ലോസിംഗ് ബേസ് ആണ്. പൊതുവെ സിംഗിൾ ഷോർട്ട് ടൈം റിസ്ക് കുറവാണെന്ന് അറിയാലോ, ഇൻട്രാഡേ ഓപ്ഷൻ പോലെ അല്ല. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ
റിസ്ക് എടുക്കാൻ അധികം താല്പര്യമില്ലാത്തവർക്ക് അവർ ഇറങ്ങുന്ന ആ ഒരു ലെവൽ തന്നെ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ അവർക്ക് ക്ലോസിംഗ് ബേസ് സെറ്റ് ചെയ്യാം. അങ്ങനെ 6 മാസം ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം ഒരു പ്രോഫിറ്റ് നമ്മുടെ കയ്യിലാകുമ്പോൾ നെക്സ്റ്റ് റൂള് നമ്മൾ 5%, ആ 5%ൽ ഞാൻ എടുത്തതിൻ്റെ പകുതി വിൽക്കുന്നു. പകുതി ഞാൻ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് കയറ്റിയിടും, ട്രയൽ ചെയ്ത് കൊണ്ടുപോകും. അതായത് ഒരു 10% ആയാൽ 5%, 15% ആയാൽ 10%, ഇങ്ങനെ എനിക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാം. ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ട ഒരു ബേസാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പോൾ ക്യാൻഡിൽസ്റ്റിക്ക് നോക്കാനോ ഭയങ്കര ടെക്നിക്കലൊന്നും അറിയണമെന്നില്ല. സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും ഒരു സെബി രജിസ്റ്റേർഡ് ഫേമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു സെബി രജിസ്റ്റേർഡ് ഫേമിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വൈസുകൾ എടുത്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ ഒരു റൂൾ എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതൊരു 6 മാസം ചെയ്യുമ്പോൾ അതിലും നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് വന്നു കഴിയുമ്പോൾ അടുത്ത 6 മാസം നമ്മൾ എന്ത് ചെയ്യും? 5% അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സേഫ് പ്ലെയർ എക്സിറ്റിൽ ഒന്നും എക്സിറ്റ് ചെയ്യുന്നില്ല. സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് അതുപോലെ ട്രയൽ ചെയ്ത് മാക്സിമം പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം എവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നു അവിടെ നിർത്തുന്നു. അപ്പോൾ ഈ റൂള് ഒരു 6 മാസം ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ, ഇതിപ്പോൾ നമ്മൾ 3 റൂളായി, ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, നമ്മൾ ഈ പറയുന്ന പോലെയല്ല, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമുക്ക് വരുന്ന ഫാൾട്ടുകൾ അന്നന്ന് എഴുതി വെക്കുക, അത് പുറകോട്ട് നമ്മൾ മറിച്ച് നോക്കുക, അല്ലാണ്ട് അത് എഴുതി വെച്ചു മറന്നു കളയാനല്ല. അടുത്ത റൂള്, നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്. ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് റൂള് ട്രേഡ് ചെയ്യാം. പക്ഷെ അത് കുറച്ച് റിസ്കി റൂളാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുന്ന ഒരു റൂളായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന റൂള്, ലാസ്റ്റ് റൂള് പാലിക്കേണ്ടവർക്ക് അത് പാലിക്കാം. പക്ഷേ ഒരു 50% പ്രോഫിറ്റ് നിങ്ങളൊരു സ്റ്റോക്ക് എത്തി, പക്ഷേ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഒരു 40% സെറ്റ് ചെയ്തിട്ടില്ല. ഒരു വിപണിയിൽ ഒരു വലിയ പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് വന്നു, അത് ഒറ്റയടിക്ക് ഒരു 20% ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അത്രയും പ്രോഫിറ്റ് പോകും. അപ്പോൾ നിങ്ങൾ ആ സ്റ്റോപ്പ് ലോസ് സെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ 40% പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ അവസാനത്തെ റൂള് താല്പര്യമുള്ളവർ മാത്രം പാലിക്കുക. അല്ലെങ്കിൽ ഈ 3 റൂള് പാലിച്ചതിന് ശേഷം ഏറ്റവും പ്രോഫിറ്റ് ഏതിലാണ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് അതിൽ ഞാൻ മാസ്റ്റർ ആവുക. അതേ നമുക്ക് സ്വിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈമിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ തീർച്ചയായും മനസ്സിലാക്കുക, റൂളുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് ഞാൻ ഒരു സ്റ്റോക്ക് 5% ഇറങ്ങി അത് 2 ദിവസം കഴിഞ്ഞാലും 10, 15, 20% പോയി എന്ന് വിചാരിച്ച് ഫസ്റ്റ് 6 മാസം ഞാൻ ചെയ്യുന്ന റൂള് തെറ്റിച്ചാൽ ഞാൻ ഒരിക്കലും മാർക്കറ്റിൽ ഗതി പിടിക്കുകയില്ല. നമ്മളൊരു റൂള് അത് ഞാൻ പാലിക്കാൻ നിർബന്ധിതനാണ്, അത് ഞാൻ പാലിച്ചിരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും വിജയിക്കും. അതുപോലെ നെക്സ്റ്റ് റൂള്, അതും പകുതി ഞാൻ വിറ്റ് പകുതി ഞാൻ ട്രയൽ ചെയ്യും സ്റ്റോപ്പ് ലോസ്. അതും മാർക്കറ്റ് എങ്ങോട്ട് പോയാലും നമ്മൾ ആ റൂളിൽ നിന്ന് വ്യതിചലിക്കരുത്. അപ്പോൾ അതുകൊണ്ട് റൂളിൽ നിന്ന് വ്യതിചലിക്കാണ്ട് ഗ്രീഡിയും ഭയവും ഇല്ലാണ്ട് നമ്മൾ ട്രേഡ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അത് നല്ല ലോങ് ടൈം ETF-കളിലോ സ്റ്റോക്കുകളിലോ ഒക്കെ നിങ്ങൾ പ്രോഫിറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ വഴി ഒരു വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പൊസിഷൻ സൈസിങ്, നമ്മുടെ റൂളുകൾ, ഇത് തീർച്ചയായും എല്ലാവരും ശ്രദ്ധിക്കുക. എന്ത് പ്രോബ്ലം ഉണ്ടായാലും കുറഞ്ഞത് നമ്മൾ 6 മാസം ഒരു റൂള് പാലിച്ചിരിക്കണം, എന്നാലേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ റൂൾസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കയറി കാണുക. താല്പര്യമുള്ളവരെല്ലാം ആ റൂള് പാലിക്കുക. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.